ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഇൻ സോളിഡ് മെക്കാനിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ സ്ട്രെസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നോർമൽ സ്ട്രെസ് എന്നും ഷിയർ സ്ട്രെസ് എന്നും. ഈ നോർമൽ സ്ട്രെസ്സിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെൻസൈൽ എന്നും കംപ്രസീവ് സ്ട്രെസ് എന്നും. ഇതാണ് രണ്ട് തരത്തിലുള്ള സ്ട്രെസ്സസ് മെയിനായിട്ടുള്ളത്. വേറെ തരത്തിലുള്ള സ്ട്രെസ്സസുകൾ പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം സ്ട്രെസ്സസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ഇൻ സോളിഡ് മെക്കാനിക്സ്: നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെ വേറൊരു പേരാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ഈ നോർമൽ സ്ട്രെസ്സ് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് എന്ന രണ്ട് കാറ്റഗറിയിലാകാം. അപ്പോൾ അതാണ് നമ്മളിപ്പം പഠിക്കാൻ പോണത്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം കാണും. നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന എക്സാമ്പിൾ എടുക്കാം. ഒരു നൈഫ് വെച്ച് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ടോപ്പ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ അതൊരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. ആ സ്ട്രെസ്സ്, അതായത് ടോപ്പ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഇപ്പോൾ കാണുന്ന പോലെയുള്ള ഫോഴ്സിനെയാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ സ്ട്രെസ്. ഇനി നോർമൽ സ്ട്രെസ്സ് മാത്രമല്ല ഈ കേക്ക് പീസിൽ ഉള്ളത്. ഈ സർഫസ് എടുക്കുക. ഈ സർഫസ് കട്ട് ചെയ്ത ശേഷം നൈഫ് പാസ് ചെയ്യുന്നത് ഈ സർഫസിലൂടെയാണ്. ആ സർഫസിന് പാരലായിട്ടാണ് നൈഫ് പാസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കാണുന്ന സർഫസ് ഏരിയ, അതിന് പാരലായിട്ടാണ് നൈഫ് പാസ് ചെയ്യുന്നത്. ആ ഫോഴ്സ് കൊണ്ട് പാരലൽ സർഫസിന് പാരലായിട്ടുള്ള ഈ സർഫസിന് പാരലായിട്ടുള്ള ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഷിയർ സ്ട്രെസ് എന്നും പറയുന്നത്. അത് നോർമൽ സ്ട്രെസ് പോലെ തന്നെ ആക്ട് ചെയ്യുന്ന വേറൊരു സ്ട്രെസ്സാണ്. അതിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസ് കൊണ്ടാണ് കേക്ക് ആക്ച്വലി രണ്ട് പീസായിട്ട് മാറി രണ്ടാവുന്നത്. അത് പ്ലാസ്റ്റിക് ഡിഫോമേഷന് കാരണമാകുന്നു. അപ്പോൾ നോർമൽ സ്ട്രെസ്സാണ് ആദ്യം ആക്ട് ചെയ്തത്. ആ ഫോഴ്സ് ടോപ്പ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ടാണ് ആക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഷിയർ സ്ട്രെസ്സ് താഴോട്ട് ആക്ട് ചെയ്തു. അത് പാരലൽ ടു ദ സർഫസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ബ്ലീം കാണാം. അതിൻ്റെ ബോട്ടം സർഫസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ കോളത്തിൻ്റെ ടോപ്പ് സർഫസിൽ ഒരു നോർമൽ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ നോർമൽ സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എഫ് ബൈ ക്യാപിറ്റൽ എ ആണ്. അപ്ലൈഡ് ഫോഴ്സാണ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത്. അതാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു സ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യും. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത്തും സ്മോൾ എൽ എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത്തും. സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇനി വേറൊരു കേസ് എടുക്കാം. അതായത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പാരലൽ ടു ആ സർഫസ് ആണെന്നിരിക്കട്ടെ. അത് ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഏരിയ സെയിം തന്നെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എ സ്ട്രെസ് ആക്ടിങ് പാരലൽ ടു ഏരിയ ആണ്. ഇവിടെ എഫ് സെയിം ആണ്, എ എന്ന് പറയുന്നത് ആ സെയിം ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പം യൂണിറ്റ് സെയിം തന്നെയാണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ. ഇനി ഈ ഷിയർ സ്ട്രെസ് കൊണ്ട് എങ്ങനെയാണ് ഡിഫോമേഷൻ വരുന്നതെന്ന് നോക്കാം. ഫിക്സ്ഡ് ബേസ് ആണ് താഴെ. അപ്പം ഫോഴ്സ് ടോപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലായിരിക്കും ഡിഫോമേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഈ ഡിഫോമേഷനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതാണല്ലോ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു ടോപ്പിലോട്ട് ഫിക്സ്ഡ് ബേസിൽ നിന്ന് ടോപ്പിലോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി ടോപ്പ് സർഫസിൽ ഏറ്റവും കൂടുതൽ ഡിഫോമേഷൻ വരുന്നത് അത് ഡെൽറ്റ എക്സ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഇനി ടോട്ടൽ ലെങ്ത്ത് ഫ്രം ബോട്ടം എന്ന് പറയുന്നത് സ്മോൾ എൽ ആണെങ്കിൽ അതാണല്ലോ ഇനിഷ്യൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു ഫൈ അല്ല ഒരു തീറ്റ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാം. ഒരു ആംഗിൾ തീറ്റ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടാൻ തീറ്റയാണ്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്താണ്? ആ തീറ്റയുടെ ടാൻ ആണ്. അപ്പോൾ ഈ ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് ഒരു ട്രയാങ്കിളിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഡെൽറ്റ എക്സ് ബൈ എൽ, അതാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അത് നമുക്ക് വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ആ മാക്സിമം ഡിഫോമേഷൻ ഡെൽറ്റ എക്സ് ബൈ ലെങ്ത് ഓഫ് ദ ബാറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നോർമൽ സ്ട്രെസ്സ് രണ്ട് തരത്തിലാകാമെന്ന് നേരത്തെ കണ്ടു. ഫസ്റ്റ് ഫിഗർ നോക്കുക. അതിൽ പോലെ ഒരു ടെൻസൈൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ
അത് ടെൻസൈൽ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. സെക്കൻഡ് കേസിൽ പോലെ ഒരു കംപ്രസീവ് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് കംപ്രസീവ് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. ടെൻസൈൽ ഫോഴ്സ് കൊണ്ട് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, കംപ്രസീവ് ഫോഴ്സ് കൊണ്ട് ലെങ്ത്ത് ഡിക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. തേർഡ് കേസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമേഷൻ്റെ ഒരു ഫിഗറാണ്. ബോഡികൾ തമ്മിൽ സർഫസ് ടു സർഫസ് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ രണ്ട് സൈഡിലോട്ട് ഇതുപോലെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡീസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ഏരിയയിൽ ഷിയർ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് F/A, ഫോഴ്സ് ബൈ ഏരിയയാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് പാസ്കൽ എന്നും പറയുന്നു, ചിലപ്പോൾ മെഗാ പാസ്കൽ, കിലോ പാസ്കൽ, ഇതൊക്കെ യൂണിറ്റ് യൂസ് ചെയ്യും. ഇനി സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ അതിന് യൂണിറ്റ് ഇല്ല. അപ്പം സ്ട്രെയിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ΔL/L0. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി.